ടോബി, ജോർജ് കുര്യൻ ഒരു അപ്രതീക്ഷിത മന്ത്രിയായിരിക്കുന്നു. വലിയ സന്തോഷമുണ്ടാകുന്നതിൽ സംശയമില്ല. ഇപ്പോൾ നാട്ടുകാരുടെ അടക്കം പ്രതികരണങ്ങൾ എങ്ങനെയാണ്? ഇപ്പോഴും ആവേശത്തോടെ കൃത്യന ആളുകൾ അവിടെ തമ്പടിച്ച് നിൽക്കുകയാണോ ടോബി? വലിയൊരു ആഘോഷം തന്നെയാണ് സുഹൈൽ നടന്നത്. കാരണം ഇത്തരത്തിലുള്ള ഒരു കേന്ദ്രമന്ത്രിയാകുമെന്നൊന്നും ഇവിടെ ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല, അല്ലെങ്കിൽ വിചാരിച്ചിരുന്നില്ല. ഈ സത്യപ്രതിജ്ഞ കാണാൻ ദില്ലിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാണ് ജോർജ് കുര്യൻ ഇവിടെ നിന്നും പോയത്. പക്ഷെ അത് ഇത്തരത്തിൽ കേന്ദ്രമന്ത്രിയായി തിരിച്ചു വരും എന്നുള്ള ഒരു പ്രതീക്ഷ കുടുംബത്തിനോ അല്ലെങ്കിൽ നാട്ടുകാർക്കോ BJP പ്രവർത്തകർക്കോ ആർക്കും തന്നെ ഇല്ലായിരുന്നു. അങ്ങനെ അപ്രതീക്ഷിതമായിട്ടുള്ള ആ ഒരു മന്ത്രിസ്ഥാനം അത് വലിയ സന്തോഷമാണ് കുടുംബത്തിനും നാട്ടുകാർക്കും അതുപോലെ തന്നെ പ്രവർത്തകർക്കും നൽകിയത്. അതിൻ്റെ ഒരു ആഘോഷം നമുക്ക് അല്പസമയം മുമ്പ് വരെ ഇവിടെ കാണാൻ സാധിച്ചിരുന്നു. വലിയ ആഘോഷങ്ങൾ, മധുരം വിതരണം ചെയ്യുന്നു, അതുപോലെ തന്നെ പടക്കം പൊട്ടിക്കുന്നു. ഈ പ്രദേശത്തുള്ള കാണക്കാരി മേഖലയിലുള്ള പ്രവർത്തകരെല്ലാം തന്നെ ഇവിടേക്ക് എത്തുന്നു. നാട്ടുകാരെത്തി, അതുപോലെ തന്നെ ബന്ധുക്കളെല്ലാം എത്തി ആ സത്യപ്രതിജ്ഞ നേരിട്ട് ഈ കുടുംബത്തോടൊപ്പം ഇരുന്ന് കാണുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്തായാലും വലിയൊരു നേട്ടം തന്നെയാണ് ഇതിനെ കാണുന്നത്. ഇത്രയും കാലം പാർട്ടി പ്രവർത്തകനായി സജീവമായിട്ട് ഈ രംഗത്തുണ്ടായിരുന്നു. അതുതന്നെയാണ് അദ്ദേഹത്തിന് കിട്ടിയ ഒരു അംഗീകാരമായിട്ടാണ് കുടുംബവും പറയുന്നത്, പ്രവർത്തകരും എല്ലാം പറയുന്നത്. അതാണ് ഈ കാലയളവെല്ലാം പാർട്ടിക്കൊപ്പം നിന്ന, അതായത് മറ്റു നേട്ടങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് പോലും പാർട്ടിക്കൊപ്പം നിന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തി, അദ്ദേഹത്തിന് കിട്ടിയ ഒരു അംഗീകാരമായിട്ട് തന്നെയാണ് ഇതിനെ കണക്കാക്കുന്നത്. ഒപ്പം തന്നെ ക്രൈസ്തവ സഭയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധമൊക്കെ വരും നാളുകളിൽ ഗുണം ചെയ്യും, കൂടുതൽ താമര വിരിയിക്കാൻ ഇത് കാരണമാകുമെന്നൊക്കെയാണ് പ്രവർത്തകർ പറഞ്ഞത്. എന്തായാലും ആ ഒരു സന്തോഷമാണ്. ഇനി വലിയൊരു സ്വീകരണം, അദ്ദേഹം തിരിച്ച് കോട്ടയത്തേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന് ഒരു വലിയ സ്വീകരണം നൽകണം, അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലേക്ക് പ്രവർത്തകർ കടന്നിരിക്കുന്നു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ സന്തോഷത്തിൽ തന്നെയാണ് ഈ പ്രദേശത്തുള്ള ആളുകളെല്ലാം തന്നെ. ശരി, ടോബിയാണ് കോട്ടയത്ത് വിവരങ്ങൾ നൽകിയത്. മൂന്നാം മന്ത്രിസഭയിലെ ന്യൂനപക്ഷ പ്രാതിനിധ്യം, അതിനപ്പുറത്തേക്ക് ഇനി സ്വാഭാവികമായി വളരെ സന്തോഷകരമായ വാർത്ത, ഇനി രാജ്യസഭയിലൂടെ MP ആവുക എന്നൊരു കടമ്പ കൂടിയാണ് ജോർജ് കുര്യന് മുന്നിലുള്ളത്. സൂരജ് സജി തൃശ്ശൂരിൽ ചേരുന്നു. സൂരജ്, കേരളത്തിൽ നിന്ന് 2 കേന്ദ്രമന്ത്രിമാരുണ്ടാകുമ്പോൾ തൃശ്ശൂരിന് സന്തോഷമേറെയാണ്. അവർ ജയിപ്പിച്ചു വിട്ട MP കൂടി കേന്ദ്രമന്ത്രിയായി അധികാരം ഏറ്റെടുക്കുന്നു. ആവേശത്തിലായിരുന്നോ തൃശ്ശൂർ? തീർച്ചയായും സുഹൈൽ, സുരേഷ് ഗോപിയിലൂടെ തൃശ്ശൂരിൽ ആദ്യ അക്കൗണ്ട്, കേരളത്തിൽ തന്നെയുള്ള ആദ്യ അക്കൗണ്ട് തൃശ്ശൂരിൽ തുറക്കാനായതിന്റെ ഒരു സന്തോഷം അത് കുറച്ച് ദിവസങ്ങളായി BJP സംബന്ധിച്ചുണ്ട്. അതിനിടയിലാണ് സുരേഷ് ഗോപിക്ക് ഇപ്പോൾ ഈ കേന്ദ്രമന്ത്രി പദത്തിലേക്ക് സുരേഷ് ഗോപി എത്തുന്നത്. അത് BJP പ്രവർത്തകരെ സംബന്ധിച്ച് വലിയ ആവേശത്തോടുകൂടി അവർ എതിരേൽക്കുന്നതാണ് ഇന്ന് കണ്ടത്. രാവിലെ മുതൽ തന്നെ തൃശ്ശൂരിന്റെ വിവിധ ഇടങ്ങളിൽ ഇതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ചെറിയ ആഘോഷങ്ങൾ തുടങ്ങിയിരുന്നു. രാവിലെ ഈ ചില അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് ആ അഭ്യൂഹങ്ങൾ നീങ്ങിയതോടുകൂടി തന്നെ വലിയ രീതിയിൽ ആഘോഷങ്ങൾ അത് വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുണ്ടായി. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ തൃശ്ശൂരിനെ സംബന്ധിച്ച് ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കളൊന്നും തന്നെ തൃശ്ശൂരിൽ ഇല്ല എന്നുള്ളതാണ്. ഇവരെല്ലാവരും തന്നെ സത്യപ്രതിജ്ഞ കാണുന്നതിന് വേണ്ടി ഡൽഹിയിലേക്ക് പോയി. പക്ഷേ ഈ സുരേഷ് ഗോപിയോടും അതോടൊപ്പം ഇവിടുത്തെ നേതാക്കളോടും തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച സാധാരണക്കാരായ പ്രവർത്തകരാണ് ഇന്ന് തൃശ്ശൂരിലെ മുഴുവൻ ആഘോഷവും സംഘടിപ്പിച്ചതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ തന്നെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ, അത് മധുരപലഹാരങ്ങൾ വിതരണം ചെയ്യുന്നു, പടക്കം പൊട്ടിക്കുന്നു, കമ്പിത്തിരിയും മത്താപ്പും എല്ലാമായി അവരുടെ ആവേശം അലതല്ലുന്ന കാഴ്ചയാണ് കണ്ടത്. ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് BJPയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ്. അത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ BJP ഓഫീസിന്റെ പാലുകാച്ച് ചടങ്ങടക്കം നടത്തുന്നത്. ആ സമയത്ത് ഇവർ പറഞ്ഞിരുന്നു ഇതൊരു പുതിയ തുടക്കമാണ്, ഈ പുതിയ തുടക്കത്തിൽ BJPക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നു. അവിടെ ഒരു കേന്ദ്രമന്ത്രിയെ തന്നെ ഈ ഓഫീസിലേക്ക് ഈ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം എത്തിക്കാൻ കഴിയും എന്നതിന്റെ സന്തോഷത്തിലാണ് BJP പ്രവർത്തകർ. പ്രതീക്ഷിച്ച പ്രഖ്യാപനമായതിനാൽ തന്നെ നേതാക്കളെല്ലാം തലസ്ഥാനത്തായിരുന്നു. എന്നിരുന്നാലും അടിത്തട്ടിലെ പ്രവർത്തകർ സുരേഷ് ഗോപിയുടെ സത്യപ്രതിജ്ഞ ആവേശത്തോടെ ഏറ്റെടുത്തിരിക്കുന്നു. അങ്ങനെ കേരളത്തിന് ഇരട്ടി മധുരം നൽകിക്കൊണ്ട് 2 മന്ത്രിമാരുമായി നരേന്ദ്രമോദി സർക്കാർ 3-ാം ഊഴത്തിൽ അധികാരം ഏറ്റെടുത്തിരിക്കുന്നു.